Hello everyone, welcome to Scholars. ഇന്ന് നമ്മൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the method of setting formal guidelines before starting a work is called assessment, execution, organizing, planning. The right answer is option D, planning. Which of the following is not a step of planning? Budgeting, briefing, setting objectives, developing philosophy. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പ് ഏതാണ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ബ്രീഫിംഗ്, അതുപോലെ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് ഫിലോസഫി, ഇതെല്ലാം പ്ലാനിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതിൽ ബഡ്ജറ്റിംഗ് ആണ് പ്ലാനിങ്ങിന്റെ ഒരു സ്റ്റെപ്പ് അല്ലാത്തത്. So the right answer is option B, budgeting. Supervision and delegation are a part of which phase of management process? Organizing, controlling, planning, directing. സൂപ്പർവിഷനും അതുപോലെ ഡെലിഗേഷനും മാനേജ്മെന്റിന്റെ ഏത് ഫേസിലെ പാർട്ടാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is directing. The process of leading, guiding, instructing, supervising and motivating employees in order to achieve the goals of an organization. അപ്പോൾ നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷനിലെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയുള്ള എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുന്നതോ അവരെ ലീഡ് ചെയ്യുന്നതോ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതോ അവരെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നതോ മോട്ടിവേറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഡയറക്റ്റിംഗ് വഴി അവിടെയുള്ള എംപ്ലോയീസും അവരെ സുപ്പീരിയേഴ്സും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഹാർട്ട് എന്ന് കൂടെ പറയാറുണ്ട് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ. Process of enabling and supporting the subordinate staff is called planning, directing, decision making, supervision. ചോദിച്ചിരിക്കുന്നത് നമ്മൾ സബോർഡിനേറ്റ് സ്റ്റാഫിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ എനേബിളിംഗ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ കണ്ട ആൻസർ തന്നെയാണ്. ഡയറക്റ്റിംഗ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു, അവരെ എനേബിളിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുന്നു, അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. സെലക്ഷൻ, പ്ലേസ്മെന്റ് ആൻഡ് പ്രൊമോഷൻ കംസ് അണ്ടർ സ്റ്റാഫിംഗ്, റിപ്പോർട്ടിംഗ്, കോർഡിനേറ്റിംഗ്, ബഡ്ജറ്റിംഗ്. സെലക്ഷൻ, അതുപോലെ തന്നെ പ്ലേസ്മെന്റ്, പ്രൊമോഷൻ, ഇതെല്ലാം ഏത് പ്രോസസ്സിന്റെ അണ്ടറിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is staffing. സ്റ്റാഫിങ്ങിലാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാൻ പവർ റിക്വയർമെന്റ്സ് ആണ്, അല്ലെ? നമുക്ക് ജോലിക്ക് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ജോലിക്ക് എത്ര ആൾക്കാർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റിലാണ് ആൾക്കാർ ഇല്ലാത്തത്, അല്ലെ? അല്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റിലോട്ട് ആൾക്കാർ ആവശ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അടുത്തത് റിക്രൂട്ട്മെന്റ് ആണ്. അവരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയ വഴി പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെ? ജോലിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ അതിന്റെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നടത്തുന്നു. അതുവഴി ഒരുപാട് കാൻഡിഡേറ്റ്സ് കാര്യങ്ങൾ വരുന്നു, അല്ലെ? അവർക്ക് എക്സാമോ ഇന്റർവ്യൂ ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൾക്കാരെ നമ്മൾ, അതായത് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കുന്നു, അല്ലെ? നമ്മളെ ഓർഗനൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഓറിയന്റേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങളെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ജോബ് ഓറിയന്റേഷൻ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ഓർഗനൈസേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരെ ഓറിയന്റ് ചെയ്യുന്നു. അതിനുശേഷം പ്ലേസ്മെന്റ്, അതിനുശേഷം നമ്മൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നു. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പോലെയുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യും. റെമ്യൂണറേഷൻ, അല്ലെ? ഫിനാൻഷ്യലി അല്ലെങ്കിൽ അവരെ പേയ്മെന്റ് കാര്യങ്ങൾ, അതൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അടുത്തത് പെർഫോമൻസ് ഇവാലുവേഷൻ. അവരെ ജോലിയിലുള്ള പെർഫോമൻസ് അത് 6 months വെച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പം 1 year അങ്ങനെ ഒരു പീരീഡ് വെച്ചിട്ട് നമ്മൾ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് അവർക്ക് പ്രൊമോഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുന്നത്
സ്റ്റാഫിംഗ് പ്രോസസ്സിന്റെ അണ്ടറിലാണ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് സ്റ്റാഫിംഗ്, കൺട്രോളിംഗ്, ബഡ്ജറ്റിംഗ്, ഡയറക്റ്റിംഗ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഏത് പ്രോസസ്സുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് സ്റ്റാഫിംഗ്. Comparing actual performance with the standard is essential stage of organizing, directing, controlling, staffing. The right answer is controlling. Controlling means seeing that everything being carried out in accordance with the plan or predetermined standard. അപ്പോൾ കൺട്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ശരിക്കും എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഓർഗനൈസേഷന് ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടായിരിക്കും അല്ലെ. ഏതൊരു ഓർഗനൈസേഷൻ ഒരു ഗോള് അല്ലെങ്കിൽ ഒരു മിഷൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്ത് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു ഓർഗനൈസേഷനിൽ വെച്ചിരിക്കുന്ന ഗോൾസ് അല്ലെങ്കിൽ നമ്മൾ ആ ഓർഗനൈസേഷന്റെ എയിം എന്താണോ അതിനനുസരിച്ച് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് കൺട്രോളിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുവഴി നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നടക്കുന്നു, എന്തെങ്കിലും എറേഴ്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അത് റെക്ടിഫൈ ചെയ്യാനും തുടർന്ന് ആ ഒരു മിസ്റ്റേക്ക് ഇല്ലാതിരിക്കാനും വേണ്ടി നമ്മൾ സഹായിക്കുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പൊ ശരിക്കും നമ്മൾ അതിലൂടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് അല്ലെങ്കിൽ എയിം ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈഡ് മാനറിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കൺട്രോളിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. കൺട്രോളിംഗ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഡിസിഷൻ മേക്കിംഗ്, ഫോൾട്ട് ഫൈൻഡിംഗ്, ഇവാലുവേഷൻ, ഡിറ്റർമിൻ വെദർ ദ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഫോൾട്ട് ഫൈൻഡിങ് ആണ് അല്ലെ. എന്ന് പറയുമ്പോൾ ശരിക്കും കൺട്രോളിങ്ങിൽ അവിടെ നമുക്ക് ഉണ്ടാവുന്ന എറേഴ്സ് ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്തൊക്കെ എറേഴ്സ്, എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലെ. ദ റൈറ്റ് ആൻസർ ഈസ് ഫോൾട്ട് ഫൈൻഡിങ്. Balancing and keeping the team together by ensuring suitable allocation of work to various members is coordination, supervision, advocacy, informal organization. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബാലൻസിങ് ആൻഡ് കീപ്പിംഗ് ദ ടീം ടുഗദർ ബൈ എൻഷുറിംഗ് സ്യൂട്ടബിൾ അലോക്കേഷൻ ഓഫ് വർക്ക് ടു വേരിയസ് മെമ്പർ അല്ലെ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കോർഡിനേഷൻ ആണ്. വിച്ച് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു മെത്തേഡ് അല്ലാത്തത് ഏതാണെന്നാണ്. പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, പ്രോബ്ലം അവയർനെസ് ഉണ്ട്, കളക്ഷൻ ഓഫ് റെലവെന്റ് ഇൻഫർമേഷൻ, ഫൈൻഡിങ് എ പോസിബിൾ സൊല്യൂഷൻ. അപ്പൊ പ്രോബ്ലം സോൾവിങ്ങിന്റെ സ്റ്റെപ്പുകളിൽ വരുന്നതാണ് പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നു, പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. ഒരു പ്രശ്നത്തിനെ നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുന്നു, എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുന്നു അല്ലെ. അതിനെക്കുറിച്ചുള്ള റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ അവിടെ കളക്ട് ചെയ്യും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, കറണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ അല്ലെങ്കിൽ ആ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ വരാത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം അവയർനെസ് ആണ്. ബാക്കിയെല്ലാം പ്രോബ്ലം സോൾവിങ്ങിൽ വരുന്നതാണ്. The problem solving process begins with clarification of the situation, establishment of alternatives, identification of the difficulty, isolation of the cause. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is identification of the difficulty. അല്ലെ, ഒരു പ്രോബ്ലം സോൾവിങ്ങിൽ എന്താണ് അവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ അവിടുത്തെ പ്രോബ്ലം എന്താന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിന്റെ സാധാരണയായിട്ട് 8 സ്റ്റെപ്പാണ് പറയുന്നത്. അത് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് നോക്കി പോകാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്റ്റേറ്റിംഗ് ഓഫ് പ്രോബ്ലം അല്ലെ. ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം തന്നെ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബ്ലം അനാലിസിസ് ആൻഡ് എസ്റ്റാബ്ലിഷ് സൊല്യൂഷൻ. ആ ഒരു പ്രശ്നത്തിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു അല്ലെ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ അതിനൊരു സൊല്യൂഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഫൈൻഡിങ് ഔട്ട് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ അതിന് ഒരു പ്രശ്നത്തിന് തന്നെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, ഒരുപാട് സൊല്യൂഷൻ്റെ അകത്തുനിന്ന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ഈ ഒരു പ്രശ്നത്തിന് അപ്ലിക്കബിൾ ആണോ, അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തുടർന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. അതിനാണ് ടെസ്റ്റിംഗ് ദ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫൈനൽ സൊല്യൂഷനിലോട്ട്, അല്ലെ, അതിനൊരു പ്രതിവിധി വേണം, ഈ ഒരു പ്രശ്നത്തിന് ഒരു പ്രതിവിധി വേണം. അപ്പം അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഫോർമുലേഷനിലോട്ട് നമ്മൾ എത്തുന്നു. അതിനുശേഷം നമ്മൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് സൊല്യൂഷൻ, അല്ലെ, അപ്പൊ നമ്മൾ അവിടെ തീരുമാനം എടുത്തു ഈ ഒരു പ്രശ്നത്തിന് എന്താണ് അവിടെ സൊല്യൂഷൻ ഉള്ളത്, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറയുന്ന, നമ്മൾ നടപ്പിലാക്കുന്നു, അല്ലെ, അതാണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സൊല്യൂഷൻ. അങ്ങനെ നമ്മൾ ആ ഒരു പ്രശ്നത്തിന്, പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം അതിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയുന്നത്. തീരുമാനം നമ്മൾ അവിടെ എടുക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, അല്ലെ, എന്ന് പറയുമ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് അവിടുത്തെ പ്രോബ്ലം എന്താണ് ഇപ്പോൾ അവസ്ഥ, ആ പ്രോബ്ലം കുറഞ്ഞോ, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് ഇപ്പോഴും സൊല്യൂഷൻ ഇല്ലാതെ നിൽക്കുകയാണോ, ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ ഒരു കൺകറന്റ് ആയിട്ടുള്ള ഇവാലുവേഷനും കൂടെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിംഗ് പ്രോസസ്സ്. പ്ലാനിംഗ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഡിസൈഡിംഗ് ദ പ്ലാൻ ഓഫ് ആക്ഷൻ, ഫോർകാസ്റ്റിംഗ്, ടൈം ഷെഡ്യൂളിംഗ്. ദ റൈറ്റ് ആൻസർ ഈസ് ഫോർകാസ്റ്റിംഗ്, അല്ലെ. ഇപ്പൊ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ. നമ്മളൊരു പ്ലാനിങ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അവിടുത്തെ ഉള്ള സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യണം, അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ അവിടെ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പ്രമിസസ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്, സെലക്ഷൻ ഓഫ് ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്, ഫോർമുലേഷൻ ഓഫ് സപ്പോർട്ടിംഗ് പ്ലാൻ, പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ ആൻഡ് റിവ്യൂ. ഇത്രയാണ് മെയിൻ ആയിട്ട് പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റെപ്പുകൾ. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ മാനേജീരിയൽ ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് എക്സെപ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിന്റെ മാനേജീരിയൽ ഫംഗ്ഷൻസ് ആണ്. ഇതിൽ പെടാത്തത് ഏതാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. മാനേജീരിയൽ ഫംഗ്ഷൻ ആണ്, അല്ലെ. അപ്പം പ്ലാനിംഗ് ഉണ്ട്, സൂപ്പർവിഷൻ ഉണ്ട്, അസസ്മെന്റ് ഉണ്ട്, അസിസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം ഓഫ് നഴ്സിംഗ് ആൻഡ് ഹെൽത്ത് വർക്കർ. അപ്പൊ ഇതിൽ മാനേജീരിയൽ ഫംഗ്ഷൻ അല്ലാത്തതെന്ന് പറയുന്നത് അസസ്മെന്റ് ആണ്. അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് ലെവൽ ഫംഗ്ഷൻ ആണ്, അതൊരു മാനേജീരിയൽ ഫംഗ്ഷൻ അല്ല. റൈറ്റ് ആൻസർ അസസ്മെന്റ് ആണ്. ഷോയിങ് ആക്ടിവിറ്റീസ് ഡിസ്പ്ലേഡ് എഗെയിൻസ്റ്റ് ടൈം, where on the left side is a list of the activities represented by a bar and along the top is a time scale reflecting the start date, duration and end date of the activity. Nomogram, Gantt chart, PERT analysis, rotation plan. The right answer is Gantt chart. Gantt chart എന്ന് പറയുന്നത് ഹെൻറി ഗണ്ട് ആണ് ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്തത്. ശരിക്കും അതൊരു ഗ്രാഫിക്കൽ ബാർ ചാർട്ട് ആണ്. അതിലൊരു പ്രൊജക്ട് ഷെഡ്യൂളിനെയാണ് ഇൻസൽസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ചാർട്ട് ലിസ്റ്റ് ദ ടാസ്ക് ടു ബി പെർഫോംഡ് ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ് ആൻഡ് ടൈം ഇന്റർവൽ ഓൺ ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഇതിന് രണ്ട് ആക്സിസ് ഉണ്ട്, വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്, ഹൊറിസോണ്ടൽ ആക്സിസ് ഉണ്ട്. ഈ ചാർട്ടില് വെർട്ടിക്കൽ ആക്സിസിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ടാസ്ക് ആണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു സൈഡിലും, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസിൽ അതിന്റെ ടൈം ഇന്റർവലും ആണ് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. The width of the horizontal bar shows the duration of each activity. ആ horizontal barന്റെ widthൽ ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷൻ അല്ലെങ്കിൽ സമയദൈർഘ്യമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഗണ്ട് ചാർട്ട് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് ഗണ്ട് ചാർട്ട് ആണ്. ശരിക്കും ഗണ്ട് ചാർട്ട് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ടൂൾ ആണ്, അല്ലെ. അത് സാധാരണയായിട്ട് ഒരു പ്രൊജക്ട് മാനേജറിനെ ഹെൽപ്പ് ചെയ്യും. അതായത് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊജക്ട് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. A Gantt chart is a visual tool that helps project managers and teams plan, track and schedule projects. അതുപോലെ തന്നെ ഗണ്ട് ചാർട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെ വർക്കാണ് അവിടെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ആ ഒരു പ്രൊജക്ട് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം നമ്മളെ മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ട് ഗണ്ട് ചാർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The following are the major techniques for time event network analysis except linear programming, critical path method, Gantt chart, programmed evaluation and review technique. The right answer is linear programming. Network analysis is a method used to analyze, control and monitoring of business process and workflow. Major techniques used for time event network analysis are PERT,
ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, ഗണ്ട് ചാർട്ട്, എക്സെട്ര. എന്താണ് പെർട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ? പെർട്ട് അനാലിസിസ് എന്ന് പറയുന്നത് മെത്തേഡ് യൂസ് ടു എക്സാമിൻ ദ ടാസ്ക് ദാറ്റ് ആർ ഇൻ ഷെഡ്യൂൾ ആൻഡ് ഡിറ്റർമിൻ എ വേരിയേഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. പെർട്ട് അനലൈസിസ് ദ ടാസ്ക് ആൻഡ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ ഗിവൺ പ്രോജക്റ്റ് ഓർ പ്രോഗ്രാം. നമ്മൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം അതിനാവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പെർട്ട് അനലൈസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ പ്രോജക്റ്റ് മാനേജ്മെന്റിന്റെ ഒരു പ്ലാനിംഗ് ടൂൾ ആണ് പെർട്ട് എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം അവിടെ ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു പെർട്ട് അനാലിസിസ് നമ്മളെ സഹായിക്കും. അപ്പൊ പെർട്ട് അനാലിസിസിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. അതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. യൂസിങ് എ കമ്പ്യൂട്ടർ ടു ഡിറ്റർമൈൻ സൊല്യൂഷൻസ് എയ്ഡ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഈസ് കോൾഡ് സിമുലേഷൻസ്, CPM അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, ഡിസിഷൻ ട്രീ, ലീനിയർ പ്രോഗ്രാമിംഗ്. The right answer is linear programming. Linear programming is used to obtain optimal solutions for operational research. It allows researcher to find the best and most economical solution to a problem within all of its limitations. ലിനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് മാർക്കറ്റിംഗിൽ, ഫിനാൻസ്, അതുപോലെ തന്നെ റിസർച്ച്, പേഴ്സണൽ അസൈൻമെന്റ്സിലൊക്കെയാണ്. ദ പവർ ടു ടേക്ക് ഡിസിഷൻ ഈസ് കോൾഡ് ഓർഗനൈസിംഗ്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, സൂപ്പർവിഷൻ. ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പവറിനെ, തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു പവറിനെ എന്താണ് പറയാന്നുള്ളതാണ്. ദ റൈറ്റ് ആൻസർ ഈസ് അതോറിറ്റി. അതോറിറ്റിയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതോറിറ്റി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ദ പവർ ഓർ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ്, മേക്ക് ഡിസിഷൻ ആൻഡ് എൻഫോഴ്സ് ഒബീഡിയൻസ് അല്ലെ. ഒരു തീരുമാനം എടുക്കാനുള്ള പവറിനെ, അതുപോലെ തന്നെ അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു പവറിനെ അല്ലെങ്കിൽ ഓർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പവറിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് അതോറിറ്റി മീൻസ്? റൈറ്റ് ടു റിപ്രിമൻഡ്, right to perform duty, right to use and abuse power, right to command. The right answer is option D, right to command. Primary focus of manager in a healthcare work environment is to develop effective team, taking risks, routine work, understanding history of organization. അപ്പം ഒരു മാനേജർ നമ്മളൊരു ഹെൽത്ത് കെയർ വർക്ക് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ വർക്ക് സെറ്റപ്പിൽ വർക്ക് ചെയ്യുമ്പം അവിടെ ഒരു മാനേജറിന്റെ പ്രൈമറി ഫോക്കസ് എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു മാനേജർ എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഒരു എഫക്റ്റീവ് ടീം ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡെവലപ്പ് എഫക്റ്റീവ് ടീം. Next question. The nurse manager has several roles and functions to play. Which of the functions given below is the least important? Decision making, monitoring and evaluation of strategies, effective leading, manipulating people. ഒരു nurse managerന് ഒരുപാട് റോൾസ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. The right answer is manipulating people. ബാക്കിയെല്ലാം നേഴ്സ് മാനേജർ ഫംഗ്ഷനിൽ വരുന്നതാണ്, പക്ഷെ ആൾക്കാരെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ ഫംഗ്ഷൻ അല്ല. There are several differences between a leader and a manager. The manager doesn't have formal authority, subordinates, followers, responsibility. ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക.